പാറുക്കുട്ടി എന്നാ പേരല്ലേ? അല്ല, പാർവതി എന്നാ. ഡോക്ടർ മാത്രമേ എന്നെ പാറുക്കുട്ടി എന്ന് വിളിക്കൂ. മോക്ക് ആന്റിയോട് പിണക്കോ? ഇഷ്ടമല്ലാതല്ലേ ഇവിടെ ഇരിക്കുന്നത്. എനിക്കറിയാം, ഡോക്ടർ വഴക്ക് പറയുന്നത് ഞാൻ കേട്ടതാ. ഇഷ്ടമല്ലെന്ന് ആരാ പറഞ്ഞേ? ആദ്യം ആന്റി വിചാരിച്ചു മോളൊരു ചീത്ത കുട്ടിയാണെന്ന്. പിന്നല്ലേ മനസ്സിലായത് മോള് നല്ല കുട്ടിയാണ്, മിടുക്കി കുട്ടിയാണെന്നൊക്കെ. ഇപ്പൊ മോള് ആന്റിക്ക് വലിയ ഇഷ്ടമാണ്. എന്നാ ആന്റി എന്നെ പാറുക്കുട്ടി എന്ന് വിളിച്ചോ? എന്നാ പാറുക്കുട്ടി എന്നെ ആനി ആന്റിന്നും വിളിച്ചു. ശ്വാസം വലിച്ചോട്ടെ. പാറുക്കുട്ടി കിടന്ന ആനി ആന്റി ഇപ്പൊ വരാം. നഴ്സ്, എക്സ്ക്യൂസ് മീ ഡോക്ടർ. പാർവതിയുടെ കേസിൽ ഡോക്ടർ മിസ് ചെയ്തൊരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ഞാൻ കണ്ടുപിടിച്ചു. What's it? I got a rare mama. I think it's case of Phallus tetralogy. Without any test, that was my diagnosis, doctor. മെഡിക്കൽ ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയ കാലത്ത് ഹൃദയസ്പന്ദനം ശ്രവിച്ചും നാഡീവ്യൂഹം തൊട്ടുനോക്കിയും രോഗം നിർണയിച്ചിരുന്ന സുശ്രുതനും ചരകനും ഒക്കെ ജീവിച്ചിരുന്ന നാടാണിത്. അവർക്കൊന്നും എക്സ്റേയും CT സ്കാനും ECG ഒന്നും വേണ്ടിയിരുന്നില്ല രോഗം കണ്ടുപിടിക്കാൻ. ഡയഗ്നോസിസ് കൺഫേം ചെയ്യാൻ ടെസ്റ്റുകൾ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? എന്നോട് കൺസൾട്ട് ചെയ്യാതെ ഇത്രയും ടെസ്റ്റുകൾ എടുക്കാൻ ആനിയോട് ആരാണ് പറഞ്ഞത്? അതാണ് തെറ്റ്. നമ്മുടെ പ്രൊഫഷന് ഒരു പാരമ്പര്യമുണ്ട്. എത്ര ഡിഗ്രികൾ വാരിക്കൂട്ടിയാലും വർഷങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് ബുക്കുകളിൽ ഇല്ലാത്ത 1000 അറിവുകൾ നേടിയ ഡോക്ടർക്ക് ഗുരുവിന്റെ സ്ഥാനമാണ്. ആ ഗുരുത്വമാണ് ആനിക്കില്ലാതെ പോയത്. രോഗം നിർണ്ണയിക്കാനുള്ള ഒരു ഡോക്ടറുടെ തിടുക്കമോ അല്ലെങ്കിൽ രോഗിക്ക് എത്രയും വേഗം രോഗം മാറിക്കാണാനുള്ള ഒരു ഡോക്ടറുടെ ആകാംക്ഷ ഒന്നുമല്ല ഞാൻ ആനിയിൽ കണ്ടത്. മറിച്ച് താൻ പഠിച്ചത് മുഴുവൻ എന്റെ മുമ്പിൽ വിളമ്പാനുള്ള ഷോ, അത്രമാത്രം. അല്ല ഡോക്ടർ, ആ കുട്ടിയുടെ ഐ നോ ഏത് നിമിഷവും പൊട്ടാവുന്ന ഒരു ഹൃദയ ധമനിയുമായിട്ടാണ് ആ കുട്ടി ജീവിക്കുന്നത്. പിന്നെ ഒരു ഓപ്പറേഷൻ, ഇറ്റ്സ് സോ ക്രിട്ടിക്കൽ. വെറും 1% ചാൻസ്. ആ റിസ്കിൽ ഓപ്പറേഷൻ ഒരു ട്രീറ്റ്മെന്റ് അല്ല, പരീക്ഷണമാണ്. എന്താ പാറുക്കുട്ടി? എന്താ മോളെ, എന്ത് പറ്റി? ഞാൻ കേട്ടു, എന്റെ അമ്മ മരിച്ചു പോയെന്ന്. ഇനി ഒരിക്കലും വരില്ലല്ലേ? പാറുക്കുട്ടിയുടെ കള്ളം പറഞ്ഞു. മോള് കരയല്ലേ? പാറക്കുട്ടി കരയെന്ന് വെച്ചല്ലേ അങ്കിള് പറയാതിരുന്നത്. പാറക്കുട്ടി കരയുന്നത് അങ്കിളിന് ഇഷ്ടമല്ല. ഇനി പാറുക്കുട്ടിക്ക് ആരുമില്ല. പാറക്കുട്ടിക്ക് ആരുമില്ല എന്ന് ആരാ പറഞ്ഞത്? ഈ അങ്കിളില്ലേ? ഈ അങ്കിളിനും ആരുമില്ല. പാറക്കുട്ടിക്ക് അങ്കിളും അങ്കിളിന് പാറക്കുട്ടിയും. നമുക്ക് ഒരു കാര്യം ചെയ്യാം, വാ. നമുക്ക് കാറിലൊക്കെ ഒന്ന് കറങ്ങി ഐസ്ക്രീം ഒക്കെ കഴിച്ച് പുതിയ ഡ്രസ്സസ് ഒക്കെ എടുത്ത് കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി എന്താ ഈ സമയത്ത്? അല്ല, ഡോക്ടറല്ലേ പറഞ്ഞത് പാറുക്കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്? നല്ല ഉറക്കോ ഡോക്ടർ? ഞാൻ ടെസ്റ്റുകളൊക്കെ എടുത്തത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാനും എന്തെങ്കിലും ദേഷ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ forget it. Good night. ഗുഡ് നൈറ്റ്. അയ്യോ, അച്ഛനായിരുന്നോ? ഈശോ വിഷയ സ്തുതിയായിരിക്കട്ടെ അച്ഛാ. എഴുന്നേറ്റു. അപ്പൊ തന്നെ വീണ്ടും കിടന്നു. അറിയുന്നുണ്ട് ഞാൻ. ക്ലബിൽ പോക്കും രാത്രി താമസിച്ചുള്ള വരവൊക്കെ. അത് പിന്നെ നിനക്കിട്ടാ ഒന്ന് തരേണ്ടത്. നിന്നെ എന്ത് പറഞ്ഞാ ഞാൻ അവിടെ നിർത്തിയത്? ഇതെന്താ വളരെ എന്താ വീട് ചെവിക്കൂടാണോ വലിക്കുന്നത്? ഇതെങ്ങനെ വിളവുന്നു? അവന്റെ ഒരു ഉറക്കം. വീട് വെച്ച് കാര്യം പറയുന്നത് അച്ഛാ. അച്ഛാ, എന്റെ പൊന്നച്ഛനല്ലേ? ചായ കൊണ്ടുപോകണം. അച്ഛനായിരുന്നോ? എന്താ ഇത്ര രാവിലെ? ചായ കൊണ്ടുവച്ചേ. കൊണ്ടുവാ. മധുരം വേണ്ട. നീ പറഞ്ഞ ടെസ്റ്റ് ഒക്കെ എടുത്തു.
ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് അവര് പറയുന്നത്. നീ നോക്കി ഒഴിവാക്കാൻ വല്ല വഴിയുണ്ടോ? ഓക്കെ, ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. അയ്യോ പൊന്നു മോനെ, ഈ ഗുളികയിൽ ഒതുക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. ഇങ്ങോട്ട് നോക്ക്, അച്ഛൻ ചുരുട്ട് വലി നിർത്താം, വെയിറ്റേറിയനാകാം, വേണമെങ്കിൽ വൈനടി നിർത്തിയേക്കാം. ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അച്ചോ. ഒരു സിമ്പിൾ ഓപ്പറേഷനാ. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ലംബാർ സിംപതക്ടമി എന്ന് പറയും. കാലിലേക്കുള്ള രക്തഓട്ടം കൂട്ടാനുള്ള ഒരു ഓപ്പറേഷനാ. നടത്തിയേ പറ്റൂ. നടത്തിയേ പറ്റൂ. ആ, കർത്താവിന്റെ ഇഷ്ടം അതാണെങ്കിൽ എപ്പോഴും ഇപ്പോഴും നിറവേറട്ടെ. ചായ. നിന്റെ അസിസ്റ്റന്റ് ഇല്ലേ ആനി? ആനിയോ? ഏതാണി? എലിസബത്ത് രാജ്ഞിയില്ലേ, അങ്ങയുടെ മോള്. പോടോ. അവൾ ഇന്നലെ പള്ളിയിൽ വന്നിരുന്നു. എന്തിന്? പാറക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അച്ഛാ ഞാനിപ്പോ വരാം. ഒന്ന് കുളിക്കേണ്ട ആവശ്യം. പറ്റുമെങ്കിൽ അച്ഛനും കൂടെ പോരെ. നമുക്ക് ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാം. അയ്യോ, അത് ഒഴിവാക്കാൻ ഒരു വഴിയില്ലടാ മോനെ. നിവർത്തിയില്ല അച്ഛോ, ഓപ്പറേഷൻ നടത്തിയേ പറ്റൂ. അച്ഛോ, അങ്ങേര് അങ്ങനെയൊക്കെ പറയും. ഈ ഓപ്പറേഷൻ ഉണ്ടല്ലോ ഭയങ്കര വേദനയാണ്. അവ തനിക്ക് അറിയാം. തന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമുക്ക് ഊഹിക്കാലോ. ചൊടി സർ, മിനിസ്റ്ററുടെ ടിഷ്യൂവിന് മാച്ച് ആയിട്ട് ഒരു പേഷ്യന്റിനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഡോക്ടർ മാർക്കോസ് ആണ്. ഫാദർ തയ്യലിന്റെ ഓപ്പറേഷൻ മൺഡേ OT5 പോസ്റ്റ് ചെയ്തേക്കും. ഡോക്ടർ റോയും ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. I say, try to avoid him after some time. ഓക്കെ ഡോക്ടർ റോയ് വരുന്നുണ്ട്. ഹലോ. എന്താ ഡോക്ടർ? ഫാദർ തയ്യൽ എൻ്റെ പേഴ്സണൽ പേഷ്യൻ്റ് ആണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചു. യു ആർ ഓൾവേസ് വെൽക്കം. താങ്ക് യു. ഞാനിവിടെ ഉണ്ട് അച്ഛൻ. അതല്ല നമ്മൾ നേരത്തെ Waiting for Dr. Roy. You are required to report a casualty immediately. Emergency. Waiting for Dr. Roy, please. Excuse me, doctor. Dr. Roy, please report a casualty immediately. You are required to report a casualty. हेलो डॉक्टर। ഹലോ. ये है वो पैसा जो मिनिस्टर ने ऑपरेशन के लिए वादा किया था। ഓക്കെ ബൈ. Yes, next patient. Palaniyappa. Nana Palaniya. ഇത് next patient അല്ല, next patient ആണ്. എന്താ ദേവകി ദേവി അല്ല ദേവകി റാണി വിശേഷിച്ച? ഡോക്ടർ, ഈ മുട്ടിന്റെ മുകളിൽ തൊലിപ്പുറത്ത് ചോന്നൊരു തടിപ്പ്. അത് ദേവകി റാണിയുടെ തൊലിയല്ലേ, ചുവന്നും തടിച്ചുമൊക്കെ കിടക്കും. അതല്ല ഡോക്ടർ, ഒന്ന് നോക്കണം. നോക്കാനൊന്നുമില്ല, ഇത് വെറും ഡെർമറ്റൈറ്റിസ് ആണ്. ഞാനൊരു മരുന്ന് കുറിച്ചു തരാം, അത് ദിവസം 3 നേരം കഴിച്ചാൽ മതി. അല്ല, പുരട്ടിയാ മതി കേട്ടോ. ഡോക്ടർ ഒന്ന് തൊട്ടുപോലും നോക്കാതെ. തൊടാനൊന്നുമില്ല, അസുഖം എനിക്ക് മനസ്സിലായി. അയ്യോ പൊടി. ശ്ശോ. അയ്യോ ഡോക്ടർ, കണ്ണി പൊടി വേണോ? വേണ്ട വേണ്ട വേണ്ട, നമ്പർ വേണ്ട, ഈ പഴയ നമ്പർ വേണ്ട. ഹൈ, അപ്പ്, അയ്യോ. ഞാൻ എടുത്തുതരാം. കണ്ടു, അയ്യോ. ദേവിക റാണിക്ക് തൊലിപ്പുറത്ത് ഡെർമറ്റൈറ്റിസ്. ഞാൻ ഇങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്തു, കണ്ണിൽ പൊടി ഊതി താഴെ വീണു. ഐ ആം ടോട്ടലി ഇന്നസെന്റ്. സുബു, എന്താ ഇത്? ഇത് ഇത് ലിപ്സ്റ്റിക് ഒന്നും അല്ല, ഇത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സ്കിൻ അലർജി സൊല്യൂഷൻ ഗ്ലൗസ്. പെട്ടെന്നൊരു ഡെലിവറി കേസ് അറ്റൻഡ് ചെയ്യാൻ വന്നുകൊണ്ട് ഞാൻ ഇതെല്ലാം കണ്ടു. എനിക്കറിയാം നിങ്ങൾ അവളെ കെട്ടും.
തടിയുള്ളത് കൊണ്ട് എനിക്ക് പ്രായം തോന്നുന്നു. ഈ വണ്ണ കൂടുതലല്ലേ നിന്റെ സൗന്ദര്യം? ആനയ്ക്ക് വണ്ണമില്ലേ, സൗന്ദര്യമില്ലേ? കരയാതെ സുബ്ബു. സുബ്ബു ആണ് ഈ വീടി അയ്യരാണ് സത്യം. ഞാൻ കെട്ടുന്നെങ്കിൽ സുബ്ബുവിനെ മാത്രമായിരിക്കും. എന്റെ അമ്മ ശീമാട്ടി അമ്മയുടെ അമ്മ രത്നമ്മയുടെ അമ്മൂമ്മയാണ് സത്യം. എന്നാ നമുക്ക് ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ വെച്ച് കാണാം. അതിനു വേണ്ടി ഞാൻ 2 തൈര് സാധം ഓർഡർ ചെയ്തിട്ടുണ്ട്. I'll wait there. ആ തൈര് സാധനത്തിൽ കുറച്ച് വിഷം കൂടി കലർത്തി വെക്കടി. അയ്യോ പാറുകുട്ടിക്ക് വേദനിക്കും. ഏയ്, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന അത്രേ ഉള്ളൂ. ഏതുറുമ്പാ? കട്ടുറുമ്പല്ല, ചോന്നുറുമ്പല്ല, ഒരു പഞ്ചാര ഉറുമ്പ്. ഇഞ്ചക്ഷൻ എടുക്കുമ്പോ കരയാതിരുന്ന ആന്റി ഒരു സമ്മാനം തരാം. ഉം? പാറുക്കുട്ടി, പാറുക്കുട്ടി. Oh my God. പാറുക്കുട്ടി. നഴ്സ്, നഴ്സ്. പാറുക്കുട്ടി. ഡോക്ടർ, പാറുക്കുട്ടി. വേഗം ഓക്സിജൻ കൊടുക്കാം. ഞാൻ ഡോക്ടറിനെ വിളിക്കാം. ഓക്കെ ഡോക്ടർ. എടാവേ, എനിക്കങ്ങനെ പറയത്തക്ക ക്ഷീണമൊന്നുമില്ല. ആ പള്ളിമേടെ പോയി 2 വൈനടിച്ചാ മാറാത്തതാ. ഡോക്ടർ, ഡോക്ടർ പാറുക്കുട്ടി ഗ്യാസ്പിംഗ് ആണ്. ഇറ്റ്സ് ആൻ എമർജൻസി. Bring her to the operation theatre immediately. യെസ് ഡോക്ടർ. കറണ്ട് പോയപ്പോ ജനറേറ്റർ വർക്ക് ചെയ്യാത്തെന്താ? പറയണോ? പറഞ്ഞ എന്റെ പണി പോകും. പറഞ്ഞില്ലേ എന്നെ കൊന്നുകളയും. പ്രൊഫഷണൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററാണ് മിടുക്ക് കാണിക്കേണ്ടത്. അല്ലാതെ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ വെളിച്ചെരുട്ടാക്കിയിട്ടില്ല. നിന്നെ പോലെ ചെറ്റയ്ക്ക് അത് ചെയ്യാൻ കഴിയും. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ അറിയാൻ തന്നെ ഐ ഫിനിഷ് യു. കത്തി കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ മാത്രമല്ല, കുത്തി കീറിക്കളയും നിന്നെ. പുറത്ത് നേരെ ഇരടാ. ഒരുപാട് പേഷ്യൻസ് പുറത്ത് കാത്തിരിപ്പുണ്ട് ആദ്യ ശുശ്രൂഷനെ കാണാൻ. യു അൺസ്ക്രൂപ്പിളസ് ബുച്ചർ.